ഗുഡ് മോർണിംഗ്. മോർണിംഗിലെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം. രാവിലത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പല ആൾക്കാർ അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ല. അറ്റൻഡൻസ് കറക്റ്റായിട്ട് പറയേണ്ടതാണ്. കാണാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. വോയിസും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് കേൾക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് സമയത്ത് തന്നെ കേൾക്കേണ്ടതാണ്. അറ്റൻഡൻസ് പറയാത്ത ആൾക്കാരുടെ ലിസ്റ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കിയിടാം. കറക്റ്റ് സമയത്ത് തന്നെ ക്ലാസ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഇല്ല. സ്കൂളിലെ അതേ സിസ്റ്റം തന്നെയാണ്. 2 ക്ലാസ് രാവിലെയും വൈകുന്നേരം അറ്റൻഡൻസ് എടുക്കുന്ന പോലെ തന്നെ 2 പ്രാവശ്യം അറ്റൻഡൻസ് എടുക്കുന്നു. അതിനനുസരിച്ച് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. നമ്മൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടി പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അക്കൗണ്ടിങ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ബിസിനസിനെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ലാംഗ്വേജ് പലതരത്തിലുള്ള ലാംഗ്വേജുകളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അക്കൗണ്ടിങ് ആണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംഖ്യകളിലൂടെ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ആണ് ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഐഡന്റിഫൈയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതേപോലെ തന്നെ ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഐഡന്റിഫൈയിങ് ആൻഡ് റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അതേപോലെ തന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ. കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റെപ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയും പറഞ്ഞത്. ഓരോന്നായിട്ട് നമ്മൾ നോക്കിയതാണ്. എന്നാലും പെട്ടെന്ന് തന്നെ ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഐഡന്റിഫൈയിങ് ആൻഡ് റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരുമിച്ച് പറയാം. രാവിലെ പറഞ്ഞത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെ 5 ഫംഗ്ഷൻ ആയിട്ട് ഒരുമിച്ച് പറയാം. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ റെക്കോർഡ് ചെയ്യുന്നത് ഫിനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷേ പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അതില് ഒഴിവാക്കേണ്ടത് പണപരമായ മൂല്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്നത് ഒരു ബുക്കിലാണ്, ഒരു പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിന്റെ പേര് ജേണൽ എന്നുള്ള പുസ്തകത്തിലാണ് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ട് പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളുടെയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്നുള്ള ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ജേണൽ എന്നുള്ള ബുക്കിലേക്ക് എഴുതുന്ന പ്രക്രിയയ്ക്ക് ഒരു പേരുണ്ട്. ജേണലൈസിംഗ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. അപ്പം പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നു. ആ ബുക്കിന്റെ പേരാണ് ജേണൽ എന്നുള്ളത്. അതേപോലെ തന്നെ ആ ബുക്കിലേക്ക് എഴുതുന്ന ഓരോ കാര്യങ്ങളും എഴുതുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ജേണലൈസിംഗ് എന്നാണ്. ജേണലൈസിംഗ് എന്നുള്ള പ്രക്രിയക്കാണ് അവിടെ. അതേപോലെ തന്നെ ഈ എഴുതുന്ന കാര്യത്തിന് പറയുന്നത് ജേണൽ എൻട്രി എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ജേണൽ എൻട്രി എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ക്യാഷ് ടു, അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതുന്ന രീതി ഇങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ രീതിയിലാണ് ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതുന്നത്. അപ്പൊ അതിന് ഒരു ജേണൽ എൻട്രി എന്നാണ് പറയാം. ജേണൽ എന്നുള്ള ഒരു ബുക്ക്, ആ ബുക്കിൽ ഇങ്ങനെ ഓരോ എൻട്രി ആയിട്ട് നമ്മൾ എഴുതും. അപ്പൊ അതിനെ ജേണലൈസിംഗ്, ഇങ്ങനെ എഴുതുന്ന ആ പ്രക്രിയയ്ക്ക് ജേണലൈസിംഗ് എന്നുള്ള പേരാണ് പറയുന്നത്. അടുത്ത് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് മാറ്റി എഴുതുന്നതിനാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. After recording the transaction in subsidiary book or journal the transactions are to be classified. Classification is systematic analysis of the recorded data with a view to bringing together items of similar nature at one place. അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലേക്ക്. അപ്പം നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ
ഒരേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്ലാസിഫൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സാലറി ആണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ചാർജ് ആണെങ്കിൽ, വേജസ് ആണെങ്കിൽ, അങ്ങനെ ഒരേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവരിക, ഒരു സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്ലാസിഫൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, ഒരു ബുക്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ക്ലാസിഫൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലാസിഫൈയിങ് നടത്തുന്നത് ജേണൽ എന്നുള്ള ബുക്കിൽ നിന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ തരത്തിലുള്ള സിമിലർ നേച്ചറിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജിലേക്ക് മാറ്റിയെടുക്കും. ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജിലേക്ക് മാറ്റിയെടുക്കും. ലെഡ്ജർ എന്നുള്ള വേറെ ബുക്കാണ്. ആ ബുക്കിലെ ഓരോ പേജിനും പറയുന്നത് അക്കൗണ്ട് എന്നുള്ള പേരാണ് പറയുന്നത്. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. ജേണൽ എന്നുള്ള ബുക്കിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്നുണ്ട്. പണപരമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നു. അതിൽ നിന്ന് ഒരേ സ്വഭാവമുള്ള കാര്യം, സാലറി ആണെങ്കിൽ എല്ലാ മാസവും സാലറി കൊടുക്കുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് സാലറി കൊടുക്കുന്നതാണ്. അതെല്ലാം തന്നെ ഒരുമിച്ചെടുത്തിട്ട് ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് നമ്മൾ മാറ്റിയെഴുതുന്ന സമയത്ത് എല്ലാം കൂടി ഒരു പേജിലേക്ക് മാറ്റിയെഴുതും. ഓരോ മാസം കൊടുത്തത് ആ ഡേറ്റ് ഇട്ടിട്ട് ഒരുമിച്ച് ഒരു ബുക്കിലേക്ക് മാറ്റിയെഴുതും. അതിനാണ് ലെഡ്ജർ എന്നുള്ള പേര് പറയുന്നത്. ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്കാണ് എഴുതുന്നത്. അക്കൗണ്ട് എന്നാണ് പറയുക. ഓരോ പേജിനും പറയുന്ന അക്കൗണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ്. പോസ്റ്റിംഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്ന പ്രക്രിയക്ക് പോസ്റ്റിംഗ് എന്നുള്ള പേരാണ് പറയാറ്. അടുത്തത് സമ്മറൈസിംഗ്. Presenting the classified data in a manner which is understandable and useful for internal as well as external users. ഇവിടെ സമ്മറൈസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെറുതെ എല്ലാം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ലെഡ്ജറിലാണെങ്കിലും ജേണലിലാണെങ്കിലും നമ്മളിങ്ങനെ വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ആർക്കും ഒന്നും മനസ്സിലാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലെഡ്ജറിൽ ഓരോ പേജിലായിട്ട് ഓരോ അക്കൗണ്ടിലായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം കൂട്ടി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ എമൗണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ റെന്റ് എത്ര രൂപ കൊടുത്തു, ഈ വർഷം റെന്റ് എത്ര രൂപ കൊടുത്തു എന്ന് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. റെന്റ് കൊടുത്തത് 10,000 രൂപ, 12,000 രൂപ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്ത് ചെയ്യാം, ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറും. റെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം എത്ര രൂപ കൊടുക്കും, അടുത്ത മാസം എത്ര രൂപ കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം പിടിക്കും, ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമറൈസ് ചെയ്യുന്ന ട്രയൽ ബാലൻസ്, അതേപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളിലേക്കാണ് സമറൈസ് ചെയ്ത് എഴുതുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം അത് പറയുന്നില്ല. ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സമറൈസ് ചെയ്യുന്നത്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് financial data and carries out so that the users of financial data can make a meaningful judgment of the profitability and financial position of the business. This helps planning for the future in a better way. ഇവിടെ നടക്കുന്നത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ എക്സ്റ്റേണൽ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബിസിനസിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമായ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതും. വളരെ വൃത്തിയായിട്ട് പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്രമാത്രം മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ രൂപം നമ്മൾ നടത്തുകയാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ആ സ്റ്റേജിൽ നടത്തുന്നത്. എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നത് അനാലിസിസ് ചെയ്യുന്നു. അതുവഴിയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഇത് തൽക്കാലം ഇത് മാത്രം പഠിക്കുക. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് ഈ എഴുതിയിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം നോക്കിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറെ യൂസേഴ്സ് നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം തന്നെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ, അവർക്കെല്ലാം തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം.
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ തീരുമാനങ്ങളെ കാത്തിരിക്കുന്ന കുറെ യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിനെ നമുക്ക് പറയാം. അതേപോലെ ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെ കുറെ ബാങ്ക്, ഗവൺമെന്റ്, അങ്ങനെ കുറെ ആൾക്കാർ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ആശ്രയിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഫർമേഷൻ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് അവസാനത്തെ സ്റ്റെപ്പായിട്ട് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ പറയുന്ന 2 ചാപ്റ്ററായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. അതില് എക്സാമ്പിൾസ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതേപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമാണ് എഴുതിയിരിക്കുന്നത്. നോൺ എക്കണോമിക് ഇവന്റ്സും നോൺ എക്കണോമിക് ഇവന്റ്സും, അതായത് പണപരമായ മൂല്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ പണപരമായ മൂല്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ മറ്റേ സൈഡിലും എഴുതിയിട്ടുണ്ട്. പണപരമായ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ സൈഡിലും, പണപരമായി അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ പറയുന്ന എക്സാമ്പിൾ മാത്രം, പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ എക്സാമ്പിൾ, പണപരമായി അളക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ എക്സാമ്പിളും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഒന്നാമത് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാഷ് വെച്ച്, കുറച്ച് ക്യാഷ് കൊണ്ടുവന്നു. നമ്മൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. ആ ബിസിനസിന്റെ ഓണർ എന്ത് ചെയ്തു? കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് പണപരമായി അളക്കാൻ പറ്റുന്നതാണ്. അതായത് പൈസ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പണപരമായി അളക്കാൻ പറ്റും. അയാൾ 10,000 രൂപയാണ്, അല്ലെങ്കിൽ 50,000 രൂപ, അല്ലെങ്കിൽ 1,00,000 രൂപയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? പണപരമായി അളക്കാൻ പറ്റും. ബിസിനസ് തുടങ്ങിയത് പൈസ ഉപയോഗിച്ചിട്ടാണ്. 1,00,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അയാൾ ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പണപരമായി അളക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, സാധനങ്ങൾ കടമായി വാങ്ങി. പക്ഷെ എന്നാൽ നീ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ പോലും പൈസ പിന്നീട് കൊടുക്കണം. സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പൈസക്ക് നമ്മൾ ലേബിളാണ്. പൈസ പിന്നീട് കൊടുക്കണം. പിന്നീട് കൊടുത്തില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് കടമായി വാങ്ങിയാൽ പോലും നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം നമ്മൾ പിന്നീട് ആ പൈസ കൊടുക്കേണ്ടതാണ്. വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കടമായി തന്നാണ്, പിന്നീട് ആ പൈസ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യതയും ലേബിളാണ്. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യും. അടുത്ത മൂന്നാമത് സാലറി പേജിൽ നമ്മൾ എഴുതണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്, എംപ്ലോയീസിന് സാലറി കൊടുത്താണ്. അപ്പൊ പണപരമായി നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. എത്ര രൂപയാണ് സാലറി കൊടുത്തതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എഴുതണം. അതേപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്, എത്ര രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ കടമായി വാങ്ങിയെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് എഴുതാനായിട്ട് നിർബന്ധിതരാണ്. അടുത്ത് വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ഇതിന്റെ ഓണർ, ബിസിനസിന്റെ ഓണർ എന്ത് ചെയ്തു? ആദ്യം ബിസിനസ്സിലേക്ക് കുറെ 1,00,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞപ്പം ഇതിൽ നിന്ന് കുറച്ച് പൈസ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനെയാണ് വിഡ്രോ എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്നൊക്കെ പറയും. ഡ്രോയിങ്സ് അല്ലെങ്കിൽ വിഡ്രോ എന്നൊക്കെ പറയും. അപ്പൊ പിൻവലിക്കുക. ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ അയാൾക്ക് പിൻവലിക്കുക. അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ മാസവും അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് പൈസ ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചിട്ട് അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. അപ്പൊ അതും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. കാരണം അത് ബിസിനസ്സിൽ നിന്ന് പൈസ പോവുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സിലേക്ക് അയാൾ പൈസ കൊണ്ടുവരുന്ന പോലെ തന്നെ അയാൾ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നതും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. കാരണം ബിസിനസിന്റെ കയ്യിൽ പൈസ കുറഞ്ഞു. നേരത്തെ അയാൾ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്ന സമയത്ത് ബിസിനസ്സിൽ പൈസ വന്നിരുന്നു. അതേസമയം തന്നെ ഇയാൾ കൊണ്ടുപോകുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് പൈസ പോകും. അടുത്ത ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ 2 കാര്യങ്ങൾ, പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യം, പൈസ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം എന്നതിനെ കുറിച്ച് പറയാം. സാലറി, അതേപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ എഴുതണം എന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ എഴുതാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, കോറൽ ബിറ്റ്വീൻ പർച്ചേസ് മാനേജർ ആൻഡ് പ്രൊഡക്ഷൻ മാനേജർ. പർച്ചേസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും തമ്മിലൊരു ഭയങ്കര അടിയുണ്ട്. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ബുക്കിൽ എഴുതാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല, മോശം കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ അടിയുണ്ടാകുന്ന പറഞ്ഞത്. അപ്പൊ അത് പണപരമായി അളക്കാനായിട്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷേ ഇവർ തമ്മിൽ അടിയുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതേണ്ട ആവശ്യം. അതേപോലെ റെസിഗ്നേഷൻ ഓഫ് ആൻ ഏബിൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് മാനേജർ. നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ഏറ്റവും എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ഒരു മാനേജർ റിസൈൻ ചെയ്തു, ഒരു ജോലി വിട്ടുപോയി. അത് നമ്മൾ എവിടെ
സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ ആണ്. കാരണം അയാൾ ഭയങ്കര എരിബിളായിരുന്നു, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആളായിരുന്നു. അയാൾ പോകുന്നത് നമുക്ക് ഭയങ്കര ഗ്രേറ്റ് ലോസ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം അത് എത്ര രൂപയുടെ നഷ്ടമാണ്. ഇയാൾ പോകുന്നതുകൊണ്ടുള്ള ലോസ് എന്ന് പറയുന്നത് എത്ര രൂപയുടെ നഷ്ടമാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല, പണപരമായി അളക്കാനായിട്ട് സാധിക്കില്ല. മോണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ പണപരമായി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ ബിസിനസ് ബൈ ദി കോമ്പറ്റീറ്റർ. നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നമ്മുടെ എതിരാളി, നമ്മൾ മത്സരിക്കുന്ന വേറൊരാളുണ്ടാവും, നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന വേറൊരു എതിരാളി ഉണ്ടാവും. അയാൾ വേറൊരു ബിസിനസ് തുടങ്ങി. അയാൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് ബാധിക്കും. പക്ഷെ നമ്മൾ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് എത്ര രൂപയ്ക്കാണ് നമ്മളെ ബാധിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എത്ര രൂപയാണ് അയാൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാവും എന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സ്ട്രൈക്ക് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് നടത്തുന്ന ഒരു സമരം. എംപ്ലോയീസ് നടത്തുന്ന ഒരു സമരം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്നുള്ളത് നമുക്ക് ഒരു പിടിയും ഇല്ല. എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ എത്ര നഷ്ടം ഉണ്ടാകും എന്നുള്ളതൊക്കെ ഏകദേശം പറയാമെന്നല്ലാതെ നമുക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏകദേശം ഇത്ര രൂപയുടെ നഷ്ടം സ്ട്രൈക്ക് മൂലം ഉണ്ടായി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് സ്ട്രൈക്കിന്റെ കാര്യം എഴുതാൻ പറ്റില്ല. കോമ്പറ്റീറ്റേഴ്സ് ഒരു ബിസിനസ് തുടങ്ങി എഴുതാനായിട്ട് സാധിക്കില്ല. നമ്മൾ റെസിഗ്നേഷൻ, ഒരു ബിസിനസ്സിൽ നമ്മുടെ ഏബിൾ ആയിട്ടുള്ള ഒരു മാനേജർ റിസൈൻ ചെയ്തു നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ ഇടയിലായി അത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്ത സമയത്ത്, പുറത്ത് പോയ സമയത്ത് അവിടെ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് അവിടെ എന്റെ മാനേജറായിട്ട് ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് അയാൾ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള്, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ടേ ഉള്ളൂ. അയാള് പഠിച്ചതിന് ശേഷം ആ ബിസിനസ്സിലേക്ക് വന്നു. ആ ബിസിനസ്സിലേക്ക് വന്ന അവിടെ ഒരു സ്വീപ്പറായിട്ടാണ് അല്ലെങ്കിൽ അടിച്ചു വരുന്ന ഒരാളായിട്ടാണ്. അതിനുശേഷം അവിടെ ബിസിനസ്സിൽ എന്ത് ചെയ്തു, പടിപടിയായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. 50 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അയാൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി. അയാളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 6ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, വളരെ എക്സ്പീരിയൻസ്ഡും ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്ത് പടിപടിയായി കമ്പനി പ്രൊമോഷൻ കൊടുത്ത് നമ്മളെക്കാട്ടിലൊക്കെ ഏറ്റവും മേലെ മാനേജർ പോസ്റ്റ് തന്നെ ആയിരുന്നു. മാനേജർ പോസ്റ്റ്, എഡ്യൂക്കേഷൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ അയാളുടെ എക്സ്പീരിയൻസ് മൂലം, അതേപോലെ തന്നെ അയാൾ അത്രയും ഏബിളാണ് ആൾക്കാരോട് പെരുമാറാനും ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരെ മാനേജ് ചെയ്യാനും വളരെ ഉഷാറാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യക്കാരാണെങ്കിൽ പോലും നമ്മളൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കും. അതേപോലെ തന്നെ നമ്മളോട് വളരെയധികം വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആൾക്കാര് റെഡി ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നൈറ്റ് ആയിട്ട് 5 മണിക്ക് നമ്മൾ ഷിഫ്റ്റ് ഇത് കഴിയേണ്ടതാണ്, ജോലി കഴിയും. 5 മണിയാകുമ്പോൾ കഴിയും. അതുപോലെ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. ഇപ്പൊ അർജന്റ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ തീരാനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയാണ് ഒരു മണിക്കൂറും കൂടി എക്സ്ട്രാ ചെയ്യാനായിട്ട് പറ്റുമോ. ഇപ്പൊ വീട്ടിൽ തിരക്കൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം, എന്നാലും 1 മണിക്കൂർ കൂടി എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ അത് തീരുമാനം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എസ് ബോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇനിയും നമ്മളെ കൂടി കുറച്ചുകൂടി നേരമാക്കി എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടും. എന്നാൽ പോലും പല ആൾക്കാരും അത് റെഡി ആവില്ല. കാരണം ഈ നമ്മുടെ ബോസ് നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാനേജ്മെന്റുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട്, മാനേജ്മെന്റ് സാലറിയുടെ കാര്യത്തിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾ റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇയാൾ റിസൈൻ ചെയ്തതിന് ശേഷം അതിന് പകരമായി അവിടെ വന്ന ഒരാളെ അയാള് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലോസ് ആണ് ഉണ്ടായത്. കാരണം ഇയാൾക്ക് എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ താഴെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി, കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി, സപ്ലയേഴ്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻറ്റയർലി ബിസിനസിനെ ശരിക്കും അഫക്ട് ചെയ്തു. മറ്റേ ആൾ കുറച്ച് സാലറിയാണ് ഇൻക്രീസ് ചോദിച്ചത്, പക്ഷേ മാനേജ്മെന്റ് അതിന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് സാലറി കുറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ അയാൾക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല.
ഒരു ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും മാനേജ്മെന്റിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസിനസ് തന്നെ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. കൊണ്ട് തന്നെ ഇയാളെ പറഞ്ഞു വിട്ടിട്ട് മറ്റേ ആളെ തന്നെ ഈ പോസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അയാൾ ആവശ്യപ്പെട്ട സാലറി കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ബിസിനസിനെ കറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിസിനസിനെ കറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു, പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നതാണ് നമുക്ക് പറയാൻ. അടുത്ത നീഡ് ഫോർ അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്? അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വലിയ സെന്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെല്ലാം തന്നെ വായിച്ചു നോക്കുക. ഒരു ബിസിനസിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ആ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. എന്തായാലും നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ള അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് വലിയ ബിസിനസ് ആണെങ്കിലും ചെറിയ ബിസിനസ് ആണെങ്കിലും അവരുടെ ആഗ്രഹം ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണം. അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ കൂടുതൽ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പം ആ ബിസിനസ് മാറ്റിയിട്ട് വേറെ ബിസിനസ് ആയിട്ട് മാറ്റേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ബിസിനസിന്റെ ഓണേഴ്സിന് അറിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. താഴെ എഴുതിയിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ മാത്രം നമുക്ക് നോക്കാം. ഒന്നാമത് ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിന് ഓണേഴ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് യൂസേഴ്സിനോ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഒരു നീഡായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസിലെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ, ബിസിനസിലെ ഇടപാടുകളെല്ലാം തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നീഡായിട്ട് പറയുന്നത്. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസിലെ എല്ലാ ഇടപാടുകളും കൃത്യമായി എഴുതി വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് വളരെ അത്യാവശ്യമാണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട്, പ്രോഫിറ്റ് ഓർ ലോസ്. ടു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദി റിസൾട്ട്സ് ഓഫ് ദി ബിസിനസ്. ആദ്യം തന്നെ പറഞ്ഞു, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയില്ല. നമ്മളാണെങ്കിലും ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അപ്പം അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. നമ്മള് വിക്ടേഴ്സ് ചാനലിലെ എക്സാമ്പിൾ പറഞ്ഞു, 2 കുട്ടികൾ കൂടിയിട്ട് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓണേഴ്സിനെ അതേപോലെ മാനേജേഴ്സിന്റെ ഒക്കെ വലിയ ആഗ്രഹമാണ്, നമ്മളെ കുറെ വലിയ ആഗ്രഹമാണ് ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റിസൾട്ട് എന്താണ്, നമ്മൾ ബിസിനസ് നടത്തിയപ്പോൾ എന്താണ് റിസൾട്ട്. നമ്മൾ 2 വർഷം പഠിച്ചിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ നമുക്ക് വലിയ ആകാംക്ഷയാണ്. അതേപോലെ തന്നെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വലിയൊരു ആകാംക്ഷ അവരുടെ അവരുടെ എംപ്ലോയീസിന്റെ ഉള്ളിലാണെങ്കിലും മാനേജേഴ്സിന്റെ ഓണേഴ്സിന്റെ അടുത്താണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാകും. അതറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ആണ് സഹായിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി സൂക്ഷിക്കുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു എല്ലാം തന്നെ അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണോ ഓപ്പറേറ്റിംഗ് റിസൾട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് അക്കൗണ്ടിങ് വളരെ നിർബന്ധമായി വേണം. അടുത്ത ടു ഡിസ്പ്ലേ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ടു ഡിസ്പ്ലേ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഡിസ്പ്ലേ ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ എത്രമാത്രം പൈസയുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അസറ്റുകളുണ്ട്, ആസ്തിയുണ്ട്. ഇപ്പൊ നമ്മുടെ വീടിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആസ്തികൾ. ആസ്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാൻഡ് ആയിരിക്കാം, ബിൽഡിംഗ് ആയിരിക്കാം, ചിലപ്പോൾ വലിയൊരു മരം നമ്മുടെ വീട്ടിന്റെ മുന്നിൽ തന്നെ വലിയൊരു തേക്ക് നിൽക്കുന്നുണ്ടാവും. ആ തേക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫോണായിരിക്കും. ആ ഫോൺ അത്യാവശ്യം നല്ല വിലയുള്ളതായിരിക്കും. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15,000 രൂപ നമുക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു ഫോണായിരിക്കും. അതേപോലെ ഒരു കമ്പ്യൂട്ടറോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, വിറ്റ് കഴിഞ്ഞാൽ വില കിട്ടുന്നത്. ഇപ്പൊ സ്വർണ്ണമാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആസ്തിയാണ്. ആ സ്വർണ്ണം എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും അർജന്റ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം കൊണ്ട് പണയം വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, നമുക്ക് എത്രമാത്രം ഫൈനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്, എത്രമാത്രം പൈസ നമ്മുടെ അടുത്തുണ്ട്, അതേപോലെ തന്നെ എത്രമാത്രം ആസ്തികൾ ഇതേപോലെ സ്വർണം ആയിട്ടോ അല്ലെങ്കിൽ ലാൻഡ് ആയിട്ടോ ബിൽഡിംഗ് ആയിട്ടോ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാന്നുള്ളതും കൂടി അക്കൗണ്ടിങ് കൊണ്ടുള്ള ഒരു പ്രയോജനമാണ്. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഈ ആസ്തികൾ എത്രയൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം ഒന്നും ഉണ്ടാവില്ല, അതിന് പകരമായിട്ട് ക്യാഷ് ഉണ്ടാവും, ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാവും, കുറെ ആൾക്കാർ നമ്മൾ പൈസ തരാനുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ കയ്യിൽ നമുക്ക് പിന്നീട് പൈസ മേടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബിസിനസിന്റെ ബിൽഡിംഗ് ഉണ്ടാവും, ബിസിനസിന്റെ അതേപോലെ തന്നെ മെഷീനറീസ് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ ആസ്തിയാണ്. അതേപോലെ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് എത്ര രൂപ നമ്മുടെ കൈവശം ഉണ്ട്, ലിക്വിഡ് ആയിട്ട് എത്ര ക്യാഷ് ഉണ്ട്, നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ. അപ്പം അതും കൂടി ഒരു ലക്ഷ്യമാണ്. ഡിസ്പ്ലേ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ കറക്റ്റ് ആയിട്ട് എത്ര ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, എത്ര രൂപയുടെ ആസ്തി നമുക്കുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസിന് എന്തായാലും അത് അറിയാനുള്ളത് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലെ കാര്യം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ എത്ര മാസം ആസ്തി ഉണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാൻഡ്, അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ്, സ്വർണ്ണം ഉണ്ടെങ്കിൽ അത്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, അതെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ലാൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാകും, നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് വാച്ച് ഇതെല്ലാം കൂടി വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുള്ളത്, കയ്യിലുള്ള ക്യാഷ് ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ്സിനും അത് അറിയാനായിട്ട് സാധിക്കുന്ന അക്കൗണ്ടിംഗ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ടേക്ക് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള തീരുമാനം, കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡിസിഷൻസ് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അക്കൗണ്ടിങ് വേണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ട്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ നമ്മൾ എടുക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻസ് അതേപോലെ തന്നെ എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നിർബന്ധമായി നമ്മുടെ കൈവശം വേണം. അടുത്തേക്ക് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ടു പ്രിപ്പയർ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കുന്നേ ഉള്ളൂ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാം, സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഒരു വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്ലാനിംഗ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത വർഷം നടത്താൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്ലാൻസ് ആണ് ബഡ്ജറ്റ്. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. കറക്റ്റ് ആയിട്ട് ഈ വർഷത്തെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. ബഡ്ജറ്റ് എന്താന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് അടുത്ത വർഷത്തേക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബന്ധമാണ്. അടുത്തത് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് നെസസറി ടു കാൽക്കുലേറ്റ് ടാക്സ് ലെവൽ. നമുക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. GST ആവാം, ഇൻകം ടാക്സ് ആവാം, പലതരത്തിലുള്ള ടാക്സ് ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് കാൽക്കുലേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. എത്ര സെയിൽസ് ഉണ്ട്, എത്ര പർച്ചേസ് ഉണ്ട്, എത്രയാണ് നമ്മുടെ ലാഭം, അതിനൊക്കെയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. സെയിൽസിന് ടാക്സ് കൊടുക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മൾക്ക് ലാഭം കിട്ടിയാൽ അതിന് ടാക്സ് കൊടുക്കണം. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ടാക്സ് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആക്യുറേറ്റ് ആയിട്ടൊരു ടാക്സ് കാൽക്കുലേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നീഡ് ഫോർ അക്കൗണ്ടിംഗ് വരുന്നത്. അക്കൗണ്ടിങ് വളരെ അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഒരു 4-5 പ്രാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി, ഓപ്പറേറ്റിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി,
ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രമാത്രം ക്യാഷ് നമ്മുടെ അടുത്തുണ്ട്, അസറ്റുകൾ എത്രമാത്രം ഉണ്ട്, എത്രമാത്രം പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ട്, അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. അതേപോലെ തന്നെ ബഡ്ജറ്റ്, അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്ലാൻസ്, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്ലാനാണ്. അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. അതേപോലെ ലാസ്റ്റ് വൺ ടാക്സ് കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് വേണം. ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അതിന്റെ കുറച്ച് ഓഡിയോ ക്ലിപ്പും കൂടി നമുക്ക് താഴെയായിട്ട് ഇടാം. നിങ്ങൾ എന്തായാലും ഇത് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ നോക്കിയിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം. ഡൗട്ടുകളെല്ലാം തന്നെ ചോദിക്കാം. ഡൗട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡൗട്ട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഐഡിയാസ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ഉണ്ടാവണം. മാക്സിമം ഡൗട്ടുകൾ ഉണ്ടാവണം. ഡൗട്ടുകൾ എന്ത് ചെയ്യാം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മളോട് ചോദിക്കാം. പുതിയൊരു സബ്ജക്റ്റ് ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഡൗട്ട് ചോദിക്കുക. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് ട്യൂഷൻ ചേർന്ന് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോകാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കുക. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നോട്ടൊക്കെ എഴുതി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എഴുതി അയക്കുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എഴുതാം. അത്രയേ ഉള്ളൂ. ഒരു പേജൊക്കെ എഴുതാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എഴുതി അയക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.